ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. നാളെ നമ്മുടെ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾക്ക് ഇന്ന് അവധിയാണ്. ചൈനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് മുതൽ ഒക്ടോബർ 8 വരെ അവധിയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIA പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ടെസ്ല, മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ ആപ്പിളൊക്കെ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. US സെനറ്റിൽ US ഗവൺമെൻറ് ഡെറ്റ് സീലിംഗ് ഉയർത്തുന്നുള്ള പ്രമേയം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 7 ആഴ്ചകൾക്ക് ഗവൺമെൻറ് സർവീസസ് ഒക്കെ ഷട്ട് ഡൗൺ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റിലില്ല. ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്ത ഒരു ന്യൂസാണ് എന്നുള്ള രീതിയിലുള്ളൊരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സിറ്റി ഗ്രൂപ്പ് NVIDIAയുടെ ടാർഗറ്റ് പ്രൈസ് $210 ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫൈസറിനെ 3 വർഷത്തെ ഫാർമസ്യൂട്ടിക്കൽ താരിഫിൽ നിന്ന് ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ ഡയറക്റ്റ് ടു ക്ലയൻറ്റ് പോർട്ടൽ ട്രംപ് RXൽ 50% പ്രൈസ് റിഡക്ഷൻ കൊടുക്കാമെന്ന് ഫൈസർ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. അതോടൊപ്പം തന്നെ ട്രംപ് ഇപ്പോൾ വീണ്ടും ത്രട്ടൻ ചെയ്തിരിക്കുകയാണ് മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ. ഇത്തരത്തിലുള്ള ഡീലുകളിൽ ഏർപ്പെടാത്ത കമ്പനികളുടെ മേൽ അഡീഷണലായിട്ട് 5 മുതൽ 8% വരെ അഡീഷണൽ താരിഫ് കൂടി ഏർപ്പെടുത്തുമെന്നുള്ളൊരു ത്രട്ടനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇതിന് ശേഷം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ SEC സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചസ് കമ്മീഷൻ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് സ്റ്റോക്ക് ട്രേഡിംഗ് ആരംഭിക്കാൻ, ടോക്കണൈസേഷൻ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ക്വാർട്ടർലി ഫയലിംഗ് മാറ്റാനും ഹാഫ് ഇയറിലേക്ക് മാറാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ ഒരുപക്ഷെ അമേരിക്കയിൽ അടുത്ത ദിവസങ്ങളിൽ വന്നേക്കാം. സെബിയുടെ ഒരു ഫൈൻഡിങ് സർവേ കാണിക്കുന്നത് ഇന്ത്യയിൽ 9.5% ഹൗസ് ഹോൾഡുകൾ മാത്രമാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിലും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $3876.4 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം സിൽവറും ഇന്ന് മോർണിംഗിൽ പുതിയ 14-year ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $47.59 പെർ ഔൺസ് ആണ് പുതിയ 14-year ഹൈ. കോപ്പർ, അലുമിനിയം, സിങ്ക്, അയൺ ഓർ ഈ കമോഡിറ്റികളിൽ നിന്ന് മോർണിംഗിൽ മുന്നേറുകയാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെയാണ്. നാച്ചുറൽ ഗ്യാസും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൈൻസ്റ്റ് ആയിട്ട് അഗെയിൻ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 88.79 രൂപ പെർ ഡോളറിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസിൽ വീണ്ടും ഇടിവ് വന്നേക്കാം. OPEC നവംബറിൽ 3 ഇരട്ടി എക്സ്പെക്റ്റ് ചെയ്തേക്കാളും 3 ഇരട്ടിയാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ ബ്രന്റ് ക്രൂഡ് ഓയിൽ, NYMEX ക്രൂഡ് ഓയിലൊക്കെ വീണ്ടും താഴെ പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം നമ്മൾ ഓവറോൾ ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസിഷൻ ഇന്ന് വരികയാണെന്ന് മോർണിംഗിൽ 10 മണിക്കാണ്. 5.5% ആണ് ഇപ്പോൾ റെപ്പോ റേറ്റ്. ഒരു പക്ഷേ 0.25% നിരക്കിലൊക്കെ റിഡക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മെജോറിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്റ്റാറ്റസ് കോ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ, ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ളത് ഒന്ന് റൈസ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. AGI ഇൻഫ്രയുടെ സബ്സിഡിയറി 325 കോടി ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്, സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് ആയിട്ട് ഷിപ്പ് ബിൽഡിങ്ങിനുള്ളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ആണ്. പ്രിക്കോള് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അലൈഡ് ബ്ലെൻഡേഴ്സ് പെറ്റ് ബോട്ടിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ആവുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സെയ്ഗാൾ ഇൻഡസ്ട്രീസ് 225 കോടി ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റ 2485 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ശ്രീ ലോട്ടസ്
ഡെവലപ്പേഴ്സ് 2 പുതിയ പ്രൊജക്റ്റുകൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 700 കോടി രൂപ, അതുപോലെ തന്നെ 300 കോടി രൂപയാണ് ഡെവലപ്മെൻറ്റ് പ്രൈസ് ഈ പ്രൊജക്റ്റുകളിലുള്ളത്. പോസിറ്റീവാണ്. വേദാന്തര ഡീമർജർ നീളാനുള്ള സാധ്യതകളുണ്ട്. കമ്പനി വേദാന്തര ഡീമർജർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 30 ആയിരുന്നു. ഇത് മാർച്ച് 31, 2026 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ്. കഴിഞ്ഞ ആഴ്ചയിലും പ്രൊമോട്ടേഴ്സ് ബജാജ് ഫിനാൻസ് സ്റ്റോക്ക് വാങ്ങിയിരുന്നു. ഒപ്പം ശ്രീറാം ഫിനാൻസ് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. മിത്സുബിഷി USG ഫിനാൻഷ്യൽ ഗ്രൂപ്പ് ജപ്പാൻ 20% ശ്രീറാം ഫിനാൻസിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ബിഡിങ്ങിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ്, അഡാനി ഡിഫൻസും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 4 ബിഡേഴ്സ് ആണുള്ളത്. NSE ഗിഫ്റ്റ് സിറ്റിയിൽ വീക്ക്ലി കോൺട്രാക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒക്ടോബർ 13 മുതൽ. ഇത് എൻഡ് ചെയ്യുന്ന എല്ലാ ദിവസവും ഈ വീക്ക്ലി കോൺട്രാക്റ്റുകൾ എൻഡ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റ് എൻഡ് ചെയ്യുന്ന 3:30 PM സാധാരണ രീതിയിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോർമൽ കോൺട്രാക്റ്റുകൾ എൻഡ് ചെയ്യുന്നത് പിറ്റേ ദിവസം പുലർച്ചെ 2:45 പക്ഷേ വീക്കിലി കോൺട്രാക്റ്റ് 3:30 PM, അതായത് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് എൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സ് ആയിരുന്നു. 2327.09 crore വർത്ത് സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 5761.63 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നു മുതലോ കഴിഞ്ഞ മാസത്തെ ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വന്നു തുടങ്ങും. അതുപോലെ തന്നെ Q2 ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ Q2 റിസൾട്ടുകളാണ്. അതോടൊപ്പം തന്നെ US താരിഫ് റിലേറ്റഡ് പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടായേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നാളെ നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലാക്ലസ്റ്റർ മൂവ്മെൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.